ഭാരതത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതിയ റിപ്പബ്ലിക് ദിന പരേഡ് അഭൂതപൂർവമായ നിമിഷങ്ങളും സമ്മാനിച്ചു. പിതാവും പുത്രനും ഒരേ പരേഡിൽ കർത്തവ്യപഥിലൂടെ സല്യൂട്ട് ചെയ്ത് നീങ്ങിയപ്പോൾ പിറന്നത് ചരിത്രം. പരേഡ് നയിച്ച് പിതാവും അശ്വാരൂഢ സേനയെ നയിച്ച് പുത്രനും. ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറും മകൻ ലഫ്റ്റനന്റ് അഹാൻ കുമാറുമാണ് രാജ്യത്തിനായി ആ മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ചത്. റിപ്പബ്ലിക് ദിന പരേഡിന് നേതൃത്വം നൽകി ഏറ്റവും മുന്നിലെ തുറന്ന ജീപ്പിൽ രാഷ്ട്രപതിയെ സല്യൂട്ട് ചെയ്ത് ഡൽഹി ഏരിയ കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ. അദ്ദേഹത്തിനൊപ്പം 61ാം കുതിരപ്പടയുടെ കണ്ടിജന്റ് കമാൻഡറായി മകൻ ലഫ്റ്റനന്റ് അഹാൻ കുമാറും. ഭാരത സൈന്യത്തിനുള്ളിലെ അഭിമാനകരമായ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയുള്ള റിപ്പബ്ലിക് ദിന പരേഡിനായിരുന്നു രാജ്യം സാക്ഷ്യം വഹിച്ചത്. പരമ്പരാഗതമായി കരസേനയുടെ ഡൽഹി ഏരിയ കമാൻഡർക്കാണ് റിപ്പബ്ലിക് ദിന പരേഡ് നയിക്കുന്ന കമാൻഡറാകാനുള്ള അവകാശം. വിവിധ സേനാ വിഭാഗങ്ങളുടെയും റെജിമെന്റുകളുടെയും മാർച്ചിംഗ് വിഭാഗങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇതിൽ പ്രഥമ സ്ഥാനം കുതിരപ്പടയ്ക്കാണ്. 61ാം കാവലറി കണ്ടിജന്റ് കുതിരപ്പടയുടെ കമാൻഡറായി അഹാൻ പരേഡിനെത്തിയപ്പോൾ രാജ്യത്തിന് സമ്മാനിച്ചത് മനോഹര നിമിഷങ്ങൾ. മുത്തച്ഛനും പിതാവിനും പിന്നാലെ കുമാർ കുടുംബത്തിൽ നിന്ന് സൈനിക സേവനം അനുഷ്ഠിക്കുന്ന 3ാം തലമുറ ഉദ്യോഗസ്ഥനാണ് അഹാൻ. രാജ്യത്തെ സേവിക്കുകയാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കർത്തവ്യപഥിൽ ഭാരതത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതി സൈനിക പരേഡ് നീങ്ങുമ്പോൾ അവിടെ അത്യപൂർവമായ പിതൃപുത്ര ഗർവം ഗരിമ ചാർത്തി ത്രിവർണ ശോഭയോടെ. നാഷണൽ ഡെസ്ക്, ജനം.